ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ പെട്ടുപോയിരിക്കുകയാണ്. അച്ഛമ്മയാണെങ്കിൽ അവളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കുന്നുണ്ട്. അവിടെ രേവതിക്ക് കാലുകൊണ്ട് വയ്യാതായതിനാൽ അവിടെയുള്ള എല്ലാവരുടെയും ഡ്രസ്സൊക്കെ അവളെ കൊണ്ട് അലക്കുകല്ലിലാണ് അലക്കിക്കുന്നത്. വാഷിംഗ് മെഷീനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ശരിക്ക് വൃത്തിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് 8ന്റെ പണി തന്നെയാണ് ശ്രുതിയെ കൊണ്ട് ചെയ്യിക്കുന്നത്. ശ്രുതിക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഈ അച്ഛമ്മ എന്നെ പണിയെടുപ്പിച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാകുമെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അവൾ തൻ്റെ കൂട്ടുകാരിയായി മീരയെ വിളിക്കുകയാണ്. മീരയോട് ചോദിക്കുന്നുണ്ട്, എടി ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവങ്ങൾ, ഞാനിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടോടി എന്ന് ചോദിക്കുകയാണ്. മീര പറയുന്നുണ്ട്, നീ എന്തായാലും രേവതി അപകടപ്പെടുത്താൻ വേണ്ടി ആലോചിച്ചതല്ലേ, അപ്പൊ ഇതൊക്കെ കൂടി ഒന്ന് ആലോചിക്കേണ്ടിയായിരുന്നത്. പിന്നെ ഇത്രയും ബുദ്ധിശാലിയായ ഇത്രയും കുരുട്ടുബുദ്ധിയുള്ള നിന്നോടെന്തിനാ ഞാൻ ബുദ്ധി ഉപദേശിച്ചു തരുന്നതെന്ന് മീര ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ ഞാൻ എന്തെങ്കിലും പണിയുടെ ഇടയിൽ തണ്ടൽ ഉളുക്കി എന്നിങ്ങനെ പറയാം, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെക്കൊണ്ട് അതും പറഞ്ഞ് റെസ്റ്റ് എടുക്കാം, പിന്നെ എന്നെക്കൊണ്ട് അച്ഛമ്മ ഒരു പണിയും ചെയ്യിക്കില്ല, പിന്നെ എല്ലാ പണിയും അച്ഛമ്മ ചെയ്തോളൂല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അത് ശരിയാ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിക്കോ എന്ന് മീര പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ ഡ്രസ്സ് മുഴുവനും അവൾ അലക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതിയെയും സച്ചിയെയും കാണിക്കുകയാണ്. അവരങ്ങനെ സിറ്റ് ഔട്ടിൻ്റെ ഒരു മൂലയിൽ ഇരുന്നിട്ട് അവള് അതായത് രേവതി ചെയറിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പൂ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സഹായിക്കുന്നുണ്ട് സച്ചി. അങ്ങനെ ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ അവിടെ തുടയ്ക്കാനുള്ള വെള്ളവും മോപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അച്ഛമ്മ പറയുന്നുണ്ട്, ഇവിടെ നിറച്ച് പൊടിയാണ്, ഒരു തരി പൊടി പോലും ഇല്ലാതെ ശ്രുതി മോളെ ഇത് മുഴുവനും തുടച്ച് വൃത്തിയാക്കണം കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി വിചാരിക്കുന്നത്, ഈ സച്ചി ഈ രേവതിയുടെ അരികിൽ നിന്നും മാറുന്നില്ലല്ലോ, ഇവളെ എന്തൊരു സ്നേഹമാണ്, ഇപ്പോൾ ഇവൾക്ക് വയ്യാതായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്ക് വയ്യാതായി കിടന്നു കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ഇതുപോലെ ശ്രുതി ഒരുപാട് സ്നേഹിക്കും എന്നൊക്കെയാണ് നമ്മുടെ ശ്രുതിയുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ. അങ്ങനെ ഇത് മുഴുവനും വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അവളാണെങ്കിൽ ആ മോപ്പ്, അപ്പോൾ നമ്മുടെ സച്ചിക്കും രേവതിക്കും ആകെ അത്ഭുതമാവുകയാണ്. തുടയ്ക്കാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പരസ്പരം. അതിനുശേഷം ശ്രുതി ആ മോപ്പ് എടുത്ത് അവിടെ നന്നായി തുടയ്ക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, എന്നോട് ദേഷ്യമൊന്നും തോന്നലിട്ട ശ്രുതി മോളെ നിനക്ക് എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ അത് മുഴുവനും തുടച്ച് വൃത്തിയാക്കുന്നതിനിടയിൽ അവൾ പെട്ടെന്നൊന്ന് തണ്ടലിങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ അച്ഛമ്മേ, എനിക്ക് തണ്ടൽ ഉളുക്കി, എനിക്ക് വേദന എടുത്തിട്ട് പോയി, അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ മോളെ, അയ്യോ എനിക്ക് തണ്ടൽ വിലങ്ങി, എനിക്ക് പറ്റുന്നില്ല അച്ഛമ്മേ എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് രേവതി തലങ്ങനെ കുലുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അവർക്ക് മനസ്സിലായി കാര്യം. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ എന്നാൽ മോള് പോയി റെസ്റ്റ് എടുക്കുക എന്നിങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്. അപ്പോൾ ശരി അച്ഛമ്മ, എന്തായാലും എന്നാൽ ഡോക്ടർ അരികിലേക്ക് പോയാലോ എന്ന് സച്ചിക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ വേണ്ട ഡോക്ടർ അരികിലേക്കൊന്നും പോകണ്ട, എൻ്റെ ഒരു ഓയിൽമെൻ്റ് ഉണ്ട്, അത് ഞാനെടുത്ത് ഉഴിഞ്ഞ് ശരിയായിക്കോളാം, എന്തായാലും ഇത് പെട്ടെന്നൊന്നും മാറില്ല, ഒരു 10-14 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും അല്ലേ രേവതി എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ രേവതി അതെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ അച്ഛമ്മയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, ഇവളുടെ അടവൊന്നും എൻ്റെ അരികിലേക്ക് നടക്കില്ല, എന്തായാലും ഇവൾക്ക് ഒരു 8ന്റെ പണി കൊടുക്കണം, ഇവൾ പണിയെടുക്കാതിരിക്കാനുള്ള ഇവളുടെ അടവാണിതെന്ന് അച്ഛമ്മ മനസ്സിലാക്കി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സുധിയെയാണ് കാണിക്കുന്നത്. സുധിയാണെങ്കിൽ ആ പാർക്കിലേക്ക് പോവുകയാണ്. ആ പാർക്കിലേക്ക് ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി അടിച്ച പോലെ അവനിങ്ങനെ, അയ്യോ ഞങ്ങൾ ഇരുന്നിരുന്ന സീറ്റല്ലേ അത്, ഞാൻ ഒഴുകി നടന്നിരുന്ന പാർക്കിലുള്ള ഓരോ സ്ഥലവും ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ സ്ഥലമാണ്, എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഗുണ്ടയാണെങ്കിൽ മറ്റുള്ളവരെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്, സുധി ഇവിടെ മുനിസിപ്പൽ പാർക്കിലാണ് ഉള്ളതെന്ന്. അപ്പോൾ അയാൾ എന്താ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും അറിയില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തും എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഗുണ്ടകൾ അവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ അവിടേക്ക് വരുന്നുണ്ട്. സുധി, അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് കളിച്ചതൊക്കെ നിനക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ പരസ്പരം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. സുധി പറയുന്നുണ്ട്, ഇന്നത്തെ ഒരു ദിവസം മുഴുവനും നമുക്കിവിടെ ചെലവഴിക്കണം, എന്തായാലും നമുക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണം അത് നീ വാങ്ങിക്കണം, കപ്പലൻ്റെയും ചായ ഞാൻ വാങ്ങിക്കാമെന്ന് സുധി പറയുമ്പോൾ അയാൾ പറയാണ്, ഇപ്പോഴും നിന്റെ എച്ചിത്തരം മാറിയിട്ടില്ലല്ലേ, ഇത്രയും
പൈസ ഒക്കെ നിന്റെ കയ്യിൽ ഒരു ബിസിനസ്സുകാരനായിട്ട് വരും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള ആ പാർക്കിലുള്ള ഓരോ സാധനത്തിലും കയറി അവരങ്ങനെ കളിക്കുകയാണ് കൊച്ചു കുട്ടികളെ പോലെ. അപ്പൊ ഗുണ്ടകൾ അവിടെ വന്നിങ്ങനെ നോക്കി നിന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്തോ ബുദ്ധി ഉറക്കാത്ത ആൾക്കാരെ പോലെയുണ്ടല്ലോ, ഇവർ തന്നെയാണോ നമ്മൾ ഉദ്ദേശിച്ച ആൾ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ തൻ്റെ മൊബൈലിലുള്ള ഫോട്ടോ നോക്കിയിട്ട് അത് ഇത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് അവനെ പൊക്കാൻ പറ്റില്ല. ഇവിടെ കുറേ ആൾക്കാരും മറ്റുള്ളവർ കുറേ ഉണ്ട്, പിന്നെ തന്നെയല്ല അവൻ്റെ കൂടെ ഒരുത്തനുമുണ്ട്. അതുകൊണ്ട് ഇത് നടക്കില്ല, അവൻ പുറത്തേക്ക് വരട്ടെ, നമുക്ക് അതുവരെ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് അങ്ങനെ ഗുണ്ടകൾ തീരുമാനിക്കുകയും അവരങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുകയും ഇവനാണെങ്കിൽ ആ പാർക്ക് മുഴുവൻ ഓടി നടന്ന് കുഞ്ഞു കുട്ടികളുടെ പോലെ അത് എല്ലാത്തിലും കയറി ഇറങ്ങുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡൊക്കെ അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.